നമസ്കാരം. നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം ഇതാണോ? എങ്കിൽ നിങ്ങളെ കാത്ത് ഒരു വലിയ സൗഭാഗ്യം കാത്തിരിപ്പുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് പേര്. പേരിൻ്റെ ആദ്യാക്ഷരം ഇതാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തിക്ക് ഒരു വലിയൊരു സൗഭാഗ്യം കാത്തിരിപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം ഇതാണ് എങ്കിൽ തീർച്ചയായും വലിയൊരു സൗഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പേരിൻ്റെ ആദ്യാക്ഷരം ഇതാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് രക്ഷപ്പെടാൻ ഒരു വലിയ അവസരം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതും പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ. സംഖ്യാശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ പേര് ജനനത്തീയുമായി പൊരുത്തപ്പെട്ടതായിരിക്കണം. കാൽഡിയൻ സംഖ്യാശാസ്ത്രപ്രകാരം ഈ അക്ഷരങ്ങളാണ് നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും. ഭാരതീയ ജ്യോതിഷപ്രകാരം പേരുകൾക്ക് നക്ഷത്രവുമായുള്ള പൊരുത്തം കണക്കിലെടുക്കുന്നതും ഉത്തമമായിരിക്കും. നമുക്കറിയാം, ഈ പേരിൽ തുടങ്ങുന്ന വ്യക്തികൾക്ക് ഒരു സൗഭാഗ്യം വന്നു ചേരും എന്നതിനെക്കുറിച്ച്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും. ആദ്യം നമുക്ക് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ് എങ്കിൽ തീർച്ചയായും അവർക്കൊരു വലിയ സൗഭാഗ്യം കാത്തിരിപ്പുണ്ട്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിച്ച ഇവർക്ക് ഒരു നാൾ വലിയൊരു അവസരം വന്നു ചേരുകയും ആ അവസരത്തിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്യും. തീർച്ചയായും എ എന്ന അക്ഷരത്തിൽ ജനിച്ചവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാത്ത് ഒരു വലിയ സൗഭാഗ്യം ഉടൻ തന്നെയുണ്ട്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും. ഇനി നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. അടുത്തത് സി എന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലുതായി രക്ഷപ്പെടുവാൻ കഴിയും. ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കൂടിയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്തത് എച്ച് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സൗഭാഗ്യം കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആർക്ക് എന്തുപകാരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ചതിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യസംഭവമാണ്. ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എങ്കിലും പലപ്പോഴും പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അടുത്തത് ഐ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമതകളുണ്ട്. നിങ്ങൾ ഏകാന്തത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെയുള്ള നിങ്ങൾക്ക് ഇനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമായിരിക്കും. അടുത്തത് ജെ എന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖമുണ്ട്, ആ ദുഃഖം നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. അടുത്തത് എം എന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ പേരാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നു. നിങ്ങൾ കൊതിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. അടുത്തത് ആറ് എന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പൊക്കോളുക. ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ്. ഒരു വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ജോലിയുടെ കാര്യത്തിലാകാം അല്ലെങ്കിൽ ജീവിതത്തിലാകാം. പക്ഷേ അതിനെയൊക്കെയും മറികടന്ന് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. അടുത്തത് എസ് എന്ന അക്ഷരമാലയിൽ തുടങ്ങുന്ന
ഒരു പേരാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്കൊരു സൗഭാഗ്യം, നിങ്ങൾക്കൊരു നേട്ടം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. ശത്രുശല്യങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇനി നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ്. കുടുംബ വിചാരത്തോടുകൂടി ഇരിക്കണം, ദേവിയെ പൂജിക്കണം, നന്മ ധാരാളമുണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. അടുത്തത് യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേരാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങൾക്ക് ധനം ലഭിക്കും, നിങ്ങളുടെ വിവാഹം നടക്കും. നിങ്ങൾ ഒരു സ്നേഹിതനെ വിശ്വസിച്ചിട്ടുണ്ട്, അവൻ ചീത്ത വിചാരമുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.